എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ്. അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവനക്ക് 5 വയസ്സ് തികയാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യാണ്. പിന്നെ രാവിലെ തന്നെ ഫുഡായിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സ്പെഷ്യലൊന്നുമല്ല. പത്തിരിയും പിന്നെ ചിക്കൻ കറിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. നല്ല മുരുമുരാന്നിരിക്കണ പത്തിരിയും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. പത്തിരിയും ചിക്കൻ കറിയും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി സാധാരണ ഉണ്ടാക്കാറുള്ള പോലെ തന്നെ വിറകടുപ്പിൽ ഉരുളി വെച്ചിട്ട് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് സാവധാനം കുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പതുക്കെ അതിലിരുന്ന് വെന്ത് കഴിയുമ്പോൾ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കും. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഉച്ചക്കൾക്ക് കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണിയാണ്, മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മട്ടൻ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. സംഭവം ബസുമതി അരിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. രാവിലെ തന്നെ പോയിട്ട് നല്ല മട്ടൻ വാങ്ങി. നല്ല അടിപൊളി മട്ടനായിരുന്നു. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല മട്ടൻ അറുത്ത് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് മട്ടൻ വാങ്ങിക്കൊണ്ട് വന്ന് 2 കിലോ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് കല്യാണങ്ങളും പരിപാടികളും ഒക്കെ കാരണം സ്ഥിരമായിട്ട് ബിരിയാണിയും അതുപോലെ നെയ്ച്ചോറൊക്കെ ആയിരുന്നു സ്ഥിരമായിട്ട് കഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ വൈഫ് പറഞ്ഞു ബിരിയാണി വേണ്ട, സാദാ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് സാദാ ചോറ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഡെയിലി കഴിച്ച് കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല കഴിക്കാനായിട്ട്. ചിക്കനും മട്ടനൊക്കെ അടിപൊളിയല്ലേ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ബിരിയാണി എത്ര തിന്നാലും മടുക്കാത്തൊരു ഐറ്റമാണ്. അങ്ങനെ സംഭവം ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയുടെ മട്ടൻ ബിരിയാണിയുടെ മണം കേട്ടിട്ട് ഈ സാദാ ചോറ് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വൈഫാണെങ്കിൽ മട്ടൺ കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ബിരിയാണി വേണ്ട സാദാ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. സിമ്പിളായിട്ടുള്ള ഊണാണ്. അപ്പോൾ കൂടെ ഫിഷ് ഫ്രൈ ചെയ്ത് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സാധാരണ പച്ചക്കറി ചോറ് മാത്രം മതി. അപ്പോൾ അതിൽ കുറച്ച് 3-4 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് മൂപ്പര് ഫുഡ് കഴിക്കുകയാണ്. ഊണിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പാറുണ്ടായിരുന്നു, പിന്നെ മീൻകറി, പിന്നെ 2 തരം ഉപ്പേരി ഉണ്ടായിരുന്നു. പയറുപ്പേരി, പിന്നെ വേറെ എന്തോ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാർ, ഇഞ്ചിമ്പുളി, പപ്പടം, ഇതൊക്കെയായിരുന്നു ഊണിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ അതൊന്നും നോക്കാൻ പോയില്ല. നേരെ ചിക്കനും കൂട്ടിയിട്ട് പിന്നെ അതുപോലെ മട്ടനൊക്കെ കൂട്ടിയിട്ട് ബിരിയാണി അടിച്ചു. രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. മട്ടൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബസ്മതിയുടെ അരിയാണ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സംഭവം ജീരകശാലയുടെ അരിക്കും ഫാൻസ് ഉണ്ട്. പക്ഷേ മട്ടൻ ബിരിയാണിക്ക് കൂടുതൽ ബെറ്റർ ബസ്മതിയുടെ അരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ ചിക്കൻ വറുത്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഊണ് അതൊരു ഏവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മൂപ്പർക്ക് അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെന്തായിരുന്നു ഫുഡെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.